പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. എന്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തെ സ്വസ്ഥം ചെയ്യുന്നു. എന്റെ കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, തൊഴിലില്ലാത്തവർക്ക് വേണ്ടിയും തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടിയും വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവർക്ക് വേണ്ടിയും വിസ പുതുക്കി കിട്ടാത്തവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്ന കർത്താവ്. സ്ഥലം വിറ്റുമാറാനുള്ളവർക്ക് വേണ്ടിയും അതുപോലെ തന്നെ സ്ഥലങ്ങൾ പ്രമാണം ചെയ്യാൻ ഭാഗോടമ്പടി പ്രമാണം ചെയ്യാനും വിൽപ്പത്രങ്ങൾ പ്രമാണം ചെയ്യുന്നതിന് വേണ്ടിയും കർത്താവ്, അത് നടപ്പിൽ വരുന്നതിന് വേണ്ടി പോകുന്ന തടസ്സങ്ങൾക്ക് പരിഹരിക്കപ്പെടുന്നതിന് പ്രമാണ സംബന്ധമായ എല്ലാ തടസ്സങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിൻ്റെ യാത്രകൾ, ഗവൺമെൻറ് ഓഫീസുകളിലേക്കുള്ള യാത്രകൾ, ആ വില്ലേജ് ഓഫീസിലേക്കുള്ള യാത്രകൾ, അക്ഷയയിലേക്കുള്ള യാത്രകൾ, ഇങ്ങനെ നിനക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള നിൻ്റെ തത്രപ്പാടുകൾ എല്ലാം നീ അനുഗ്രഹിക്കട്ടെ. ഏതെങ്കിലും നിയമപരമായിട്ട് നിനക്ക് നിൻ്റെ ജീവിതം വീട് വെക്കാൻ പറ്റാതിരിക്കുക, പെരമേയാൻ പറ്റാതിരിക്കുക, അങ്ങനെ എന്തെല്ലാം തടസ്സങ്ങളുണ്ടൊക്കെ ഉണ്ടെങ്കിൽ പിടക്ക് നമ്പർ കിട്ടാതിരിക്കുക, അങ്ങനെ എന്താണ് നീ അനുഭവിക്കുന്ന പ്രയാസം? ചില സാധനങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ട് കാണാനില്ല, ഇവിടെ വെച്ചെന്നറിയാൻ പാടില്ലാത്ത രീതിയിൽ വിഷമിച്ച് നടക്കുന്ന വ്യക്തിയാകാൻ നീ. ചിലപ്പോൾ കൈ കഴിഞ്ഞ് വിട്ടുപോയ പണം തിരികെ കിട്ടാൻ യാതൊരു മാർഗമില്ലാത്തത്, അങ്ങനെയുള്ള സത്യങ്ങൾ മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഭീഷണിയായി തീരുമ്പോൾ നീ വിറങ്ങലിച്ചിരിക്കുന്ന വ്യക്തിയാകാം. കർത്താവ് നിന്നെ ഈ നിമിഷം അനുഗ്രഹിക്കുന്നു. കർത്താവ് നിന്നെ സന്ധിക്കും. ദൈവത്തിനെതിരാവുന്ന നിനക്ക് യുക്തമായി പ്രവർത്തിക്കാൻ ആ സമയത്ത് നിങ്ങൾ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് അറിവ് നൽകുന്ന ചെയ്ത കർത്താവിൻ്റെ അഭിഷേക ശക്തി ആ തക്ക സമയത്ത് നിന്നെ സഹായിക്കട്ടെ. നിത്യപിതാപുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നീക്കുവാൻ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും
ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് സാരയില്ല, മനുഷ്യല്ലേ, പോട്ടെ. പെട്ടെന്നുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെ സംഭവിച്ചതായിരിക്കും. നമ്മൾ വളരെ കോംപ്രമൈസ് ചെയ്തിട്ട് ആളെ ഉൾക്കൊള്ളാൻ നോക്കും. ദൈവം അങ്ങനെ ഉൾക്കൊള്ളുന്ന ഒരു രീതിയല്ല ബൈബിളിലുള്ളത്. നമ്മൾ ഉൾക്കൊള്ളിപ്പിക്കാൻ വേണ്ടി നമ്മൾ വെയിൽ വിസ്തൃതമാക്കിയിട്ട് കെട്ടിയിട്ടും കാര്യമില്ല. നമ്മളിങ്ങനെ ആൾക്കാരെ സുഖിപ്പിക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ. ആൾക്കാരെ സുഖിപ്പിച്ചുകൊണ്ട് കൂടെ നിർത്താൻ അങ്ങനെയൊന്നും ബൈബിളിന് പറ്റത്തില്ല. അന്നാളുകളിൽ കർത്താവ് പറഞ്ഞില്ല, അന്നാളുകളിൽ കേൾവിക്ക് ഇമ്പമുള്ളവരെ അവർ വിളിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ. അതിൽ കേൾവിക്ക് ഇമ്പമുള്ളവരെ, ആൾക്കാർക്ക് പ്ലീസിങ് ആയിട്ട് ആൾക്കാരോട് സംസാരിക്കുന്നവരെ, സോപ്പിട്ട് സംസാരിക്കുന്നവരുണ്ട്. 2 തിമോത്തി 4:3 ജനങ്ങൾ 2 തിമോത്തി 4:3 പ്രധാനപ്പെട്ട വചനം ഇതാണ്. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. സഹിഷ്ണുത അപ്പം ഇങ്ങനെ പല്ലിറുമവരെ ഉത്തമ പ്രബോധം വരുമ്പോൾ അവരെ തലതിരിക്കും, അത് കീഴ്പ്പെട്ട് നോക്കിയിരിക്കും, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യും. സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയെ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. അത് ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ്. കേൾവിക്ക് തങ്ങളുടെ, അതായത് ഇപ്പം കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ ചില പള്ളികളിലൊക്കെ ലാസ്റ്റ് ടെംപ്റ്റേഷനൊക്കെ അതൊക്കെ ജനങ്ങളുടെ ധ്യാന വിഷയമാക്കി. നോൺസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി നോൺസെൻസ് എന്ന് പറയാം. എന്ത് സംഭവിച്ചാൽ ഇങ്ങനെ എന്താണ് സഭ, എന്താണ് നോൻപ് കാലം, എന്താണ് ജനങ്ങളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്, അത് ആ ഒരു പിടിവിട്ടുപോയി. അപ്പം അത് നോൻപ് കാലത്തിൻ്റെ പേരിൽ ആത്മവിശുദ്ധീകരണവും അനുതാപവും മാനസാന്തരവും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ പീഡാനുഭവവും പാപത്തിന് പരിഹാരം എന്ന രീതിയിലാണ് അത്. ഇപ്പം പള്ളി പോലും ഞായറാഴ്ച കുർബാന പോലും കൃത്യമായിട്ട് പങ്കെടുക്കാത്ത, പ്രാക്ടീസിങ് അല്ലാത്ത ആൾക്കാർ വന്നിട്ട് നോൻപ് കാലത്ത് സംസാരിക്കണമെന്നൊക്കെ പറയണമ്പോൾ എന്തോ ഒരു ഭീഷണമായ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു എന്നൊക്കെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ പറയാനോ ചോദിക്കാനോ അതും ഒരു കാലത്തിൻ്റെ അതാണ് എഴുതിയിരിക്കണത്. വായിച്ചേ. ജനങ്ങൾ ഉത്തമമായ പ്രബോധനത്തിൽ സഹിഷ്ണുത കാണിക്കാത്ത കാലം വരുന്നു. കേൾവിക്ക് ഇമ്പമുള്ളവയിൽ ആവേശം കൊള്ളുകയാൽ അവർ തങ്ങളുടെ അഭിരുചിക്ക് അഭിരുചിക്കല്ല, ദൈവത്തിന്റെ അഭിരുചിക്കല്ല, തങ്ങളുടെ അഭിരുചിക്ക് ചേർന്ന പ്രബോധകരെ വിളിച്ചു കൂട്ടും. അപ്പൊ മനുഷ്യൻ്റെ അഭിരുചിക്ക് ചേർന്ന പ്രബോധരെ വിളിച്ച് കൂട്ടിയിട്ട് മനുഷ്യനെ ദൈവമാക്കാനുള്ള തത്രപ്പാടുകൾ കാണിച്ചു കൂട്ടുന്നത്. ഈ തീ കൊണ്ട് ഈ ചേന വേഗത്തില്ല. അപ്പോൾ സാത്താൻ എങ്ങനെ വളരെ തന്ത്രപരമായിട്ട് സാംസ്കാരികമായ അനുരൂപണം നടത്തണമെന്നറിയാമോ? സാത്താൻ അതായത് വൃക്ഷത്തിൽ നിന്ന് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് പറയുന്ന ഈശോ ആ തിരിച്ചറിയലിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്.
ക്രിസ്ത്യൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ് ഒന്നാമത്തിൽ. രണ്ടാമത് സഭയോടുള്ള ഐക്യം. സഭയുടെ ഐക്യം എന്ന് പറയുമ്പോൾ കൗദാശികമായ ഐക്യമാണ്. കൗദാശികമായ ഐക്യം, വചനസാക്ഷ്യമായ ഐക്യം, സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളോടുള്ള ഐക്യം, അങ്ങനെ ഒത്തിരിയേറെ ഐക്യങ്ങളുണ്ട്. സഭാ സമൂഹത്തോടുള്ള വേറിട്ട് നിൽക്കാതെ ഉള്ള കൂട്ടായ്മ, നമ്മൾ തന്നെ നമ്മുടെ ശിക്ഷ സ്വയം വലിച്ച് തലയെ വെക്കുന്ന പോലുള്ള, അപ്പം അതൊന്നും ദൈവം വെറുതെ വിടത്തില്ല ശരിക്കും. യേശുവേ സ്വസ്ത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് കെസിയ. ഞാൻ എറണാകുളം കണ്ണമാലിൽ നിന്ന് വരുന്നു. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അമ്മയുടെ സാക്ഷ്യമാണ്. എൻ്റെ മമ്മിക്ക് വളരെ കാലമായിട്ട് കഴുത്ത് വേദനയായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അത് പെട്ടെന്ന് കൂടുകയും ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ കഴുത്തിലെ എല്ലിന് തേയ്മാനവും പിന്നെ നരമ്പ് ജാമായിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ മമ്മി അച്ഛനെ കാണാൻ വേണ്ടി തൈക്കാട്ടുശ്ശേരി പള്ളിയിൽ പോയി അച്ഛനെ കണ്ടു. അച്ഛൻ മമ്മിയുടെ തലയിൽ കൈവച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവർ ഓട്ടോയ്ക്ക് ഇങ്ങോട്ട് കൃപാസനത്തിലോട്ട് വന്നു. അപ്പോൾ ഓട്ടോയിലിരിക്കുന്ന സമയത്ത് മമ്മിയുടെ മുതുകിൽ വളരെ ഭാരമുള്ളൊരു കട്ടിയിരിക്കുന്നതായിട്ട് തോന്നി. മമ്മി അപ്പോൾ ജപമാല ചൊല്ലി വളരെ ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത് 2018 സംഭവിച്ചത്. അപ്പോൾ ഓട്ടോയ്ക്ക് ഇങ്ങോട്ട് വന്ന് ഈ കൃപാസനത്തിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ആ ഭാരമുള്ള കട്ടി മുതുകിൽ നിന്ന് പോയതുപോലെ തോന്നി. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മമ്മിക്ക് തല അനക്കുവാനോ ഇരിക്കുവാനോ നടക്കുവാനോ ഒന്നും പറ്റുന്നില്ലായിരുന്നു. വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഒരു 3 മണിക്കൂറോളം ഇവിടെ ഓടി നടന്ന് മുകളിലൊക്കെ കയറി ഉടമ്പടിയൊക്കെ എടുത്തു. കോളർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ജീവിതകാലം മുഴുവൻ ഓപ്പറേഷൻ ചെയ്താലും കോളർ ഇടാതെ പറ്റില്ല എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ വീട്ടിൽ ചെന്ന് മമ്മി ഈ ഉടമ്പടിയൊക്കെ എടുത്ത് വീട്ടിൽ ചെന്നതിന് ആ കോളറ് പ്രാർത്ഥിച്ചിട്ട് മമ്മി അഴിച്ചു മാറ്റി വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തു. ഇപ്പോൾ 4 വർഷമായി മമ്മിക്ക് ആ കോളറ് അഴിച്ചു മാറ്റിയിട്ട്. ഇത് ജീവിതകാലം മുഴുവൻ ഇടണമെന്ന് പറഞ്ഞൊരു കോളറായിരുന്നു. ഇതുവരെ മമ്മിക്ക് അങ്ങനെ കഴുത്തിനൊരു വേദനയോ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. മാതാവ് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ മമ്മിയും ഡാഡിയും കൂടി ഈ കൃപാസനത്തിലേക്ക് വരുമ്പോൾ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിയാണ് വന്നത്. വന്ന വണ്ടിക്ക് കൊടുക്കാൻ പോലും പൈസ ഇല്ലാണ്ട്, ഡാഡിക്ക് ജോലിയില്ലാണ്ടൊക്കെയാണ് വന്നത്. ഈ കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്ത് പുറത്തിറങ്ങിയപ്പോൾ തന്നെ ഡാഡിക്ക് വാർക്കപ്പണിയാണ്. പെട്ടെന്ന് തന്നെ 2 വലിയ പണി ലഭിക്കുകയും സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകൾ മാറുകയും കടബാധ്യതകൾ മാറുകയും ചെയ്തു. അതുപോലെ തന്നെ ആ മാസം തന്നെ എൻ്റെ വിവാഹം ഉറപ്പിക്കുകയും വിവാഹം 2 മാസത്തിനുള്ളിൽ വളരെ മനോഹരമായ രീതിയിൽ നടത്തുവാൻ സാധിച്ചു. പിന്നെ വലുതും ചെറുതുമായ വളരെയധികം നന്മകൾ മാതാവ് ഞങ്ങൾക്ക് നൽകി. 2019 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എൻ്റെ ഭർത്താവിന് ജോലിയിൽ കയറ്റം ലഭിക്കുകയുണ്ടായി. അതിന് ശേഷം കോവിഡ് ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ഷിപ്പിൽ ഷെഫായിട്ടായിരുന്നു ജോലി. അപ്പോൾ ആ ജോലി നഷ്ടപ്പെട്ട് 1 വർഷത്തോളം നാട്ടിലായിരുന്നു. ആ സമയത്ത് ഞാൻ 5 മാസം ഗർഭിണിയായിരുന്ന സമയത്ത് സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് അരക്ക് കീഴ്പോട്ട് വളർച്ചക്കുറവാണ്, കാലിന് വൈകല്യം ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വളരെ വിഷമിച്ച് ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ സൈത്ത് പുരട്ടി കയ്യിൽ തന്നത് പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നീട് വീട്ടിൽ ചെന്ന് പിന്നീടുള്ള സ്കാനിങ്ങുകളിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരുന്നത്, വളർച്ചക്കുറവാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങൾ വിശ്വസിച്ച് വീട്ടിൽ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കുട്ടിക്ക് യാതൊരു കുഴപ്പമൊന്നുമില്ല എന്നാണ് വീട്ടിലൊക്കെ പറഞ്ഞിരുന്നത്. അങ്ങനെ അവസാനത്തെ സ്കാനിങ് ആയപ്പോഴേക്കും എനിക്ക് ഫെബ്രുവരി 9 ഡേറ്റ് പറഞ്ഞിരുന്നത്. എന്നാൽ സ്കാനിങ്ങിൽ ഫീറ്റൽ ഗ്രോത്ത് വളരെ കുറവാണ്. അതുകൊണ്ട് മാർച്ച് 5 ആയിരിക്കും ഡെലിവറി നടക്കാൻ സാധ്യതയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എനിക്ക് എൻ്റെ കറക്റ്റ് ഡേറ്റിന് തന്നെ കറക്റ്റായിട്ട് എല്ലാം നടന്നു കിട്ടാനായിട്ട് ഇടവരുത്തണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഫെബ്രുവരി 12 സിസേറിയൻ ചെയ്യാമെന്ന് പറഞ്ഞു. തലേ ദിവസം ഡോക്ടർ വന്നിട്ട് മമ്മിയോടൊക്കെ പറഞ്ഞു, നിങ്ങൾക്കറിയാലോ കുഞ്ഞിനൊരു കുഴപ്പമുണ്ടെന്നറിയാലോ, കാലിന് വൈകല്യമുള്ള കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞു. ഞങ്ങളെ സമാധാനിപ്പിച്ചു. വേറെ പല കഥകളൊക്കെ പറഞ്ഞു. എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിലും ദൈവം
പല കഴിവുകൾ, വേറെ എന്തെങ്കിലും കഴിവുകളൊക്കെ കുട്ടിക്ക് കൊടുക്കുമെന്ന് പറഞ്ഞു. എങ്കിലും ഞങ്ങൾക്ക് നല്ല വിശ്വാസമായിരുന്നു കുട്ടിക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന്. അങ്ങനെ ഫെബ്രുവരി 12-ാം തീയതി മാതാവിൻ്റെ ദിവസം ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിന് കോവിഡ് മൂലം 1 വർഷത്തോളം ജോലിയൊന്നുമില്ലാതെ നാട്ടിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ജനുവരി 20-ാം തീയതി ഡേറ്റ് ഇട്ടു പ്രാർത്ഥിച്ചു. ആ ഡേറ്റിൽ തന്നെ ജനുവരി 20-ാം തീയതി ഫെബ്രുവരി 21-ന് ജോലിക്ക് പ്രവേശിക്കാമെന്ന് പറഞ്ഞു മെസ്സേജ് വരികയും ചെയ്തു. ജോലിക്ക് പ്രവേശിക്കുന്നതിന് 2-3 ദിവസം മുമ്പ് പോലീസ് ക്ലിയറൻസ് ശരിയാക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും നടന്നില്ല. തലേന്ന് ഒന്നും നടന്നില്ല, ഒന്നും ശരിയായുമില്ല. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് എൻ്റെ ഹസ്ബൻഡ് കമ്പനിയിലേക്ക് മെയിൽ ചെയ്തു, ഒന്ന് പോലീസ് ക്ലിയറൻസ് ഒരാഴ്ച കഴിഞ്ഞ് കിട്ടുകയുള്ളൂ എന്ന്. അപ്പോൾ അവിടെ നിന്ന് അവർ ഇങ്ങോട്ട് തിരിച്ച് മെയിൽ ചെയ്തു, നിങ്ങളൊരു A4 ഷീറ്റ് പേപ്പറിൽ, വെള്ള പേപ്പറിൽ എനിക്ക് വേറെ ഒരു ക്രിമിനൽ ഒഫൻസ് ഒന്നുമില്ല, ഒരു ക്രിമിനൽ റെക്കോർഡൊന്നുമില്ല എന്ന് എഴുതി ഒപ്പിട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. അത് അയച്ചിട്ട് ഹസ്ബൻഡ് ജോലിയിൽ പ്രവേശിച്ചു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാണ് ഇത് കിട്ടിയത്. എങ്കിലും ഒരു കുഴപ്പവുമില്ലാതെ ആ ദിവസം തന്നെ ജോലിയിൽ പ്രവേശിക്കാൻ മാതാവ് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഈ അടുത്ത് എൻ്റെ ഡാഡി കമ്പി മുറിച്ചുകൊണ്ട്, കട്ടർ ഉപയോഗിച്ച് കമ്പ് മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കമ്പി മുറിച്ചുകൊണ്ടിരുന്ന സമയത്ത് കട്ടർ കയ്യിൽ നിന്ന് തെറ്റി കാലിലോട്ട് വീണു. കാല് മുറിഞ്ഞുവെങ്കിലും എല്ലിനോ നരമ്പുകൾക്കോ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ഷുഗറുള്ള വ്യക്തിയായിരുന്നു ഡാഡി. ആ സമയത്ത് ഷുഗർ വളരെ ലോ ആയിരുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ലാതെ മാതാവിൻ്റെ ഉടമ്പടി തൈലവും ഉപ്പുമൊക്കെ ഉപയോഗിച്ചതുകൊണ്ട് യാതൊരു കുഴപ്പമില്ലാതെ മുറിവ് വേഗത്തിൽ കരിഞ്ഞു പോയി. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഡാഡി തട്ടിന് മുകളിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഇയർ ബാലൻസ് ഡാഡിക്ക് ഇല്ലായിരുന്നു. പെട്ടെന്ന് ഇയർ ബാലൻസിൻ്റെ തലകർക്കം വന്നു. എങ്കിലും അത്രയും മുകളിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിലും താഴേക്ക് വരാനായിട്ടും കൂടെയുള്ളവരോട് പറയാനും താഴേക്ക് വരാനും യാതൊരു കുഴപ്പവുമില്ലാതെ താഴെ കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനും സാധിച്ചു. ഇപ്പോൾ മാറി വരുന്നു. പരിശുദ്ധമയ്ക്കും ദൈവപിതാവിനും നന്ദി പറയാം. സഹോദരി, ഇവരുടെ പറയുന്ന സാക്ഷ്യത്തിൽ ഏറ്റവും ആദ്യം ഉടമ്പടി ചെയ്യുമ്പോൾ കിട്ടുന്ന സാക്ഷ്യം അമ്മയുടെ കഴുത്തിന് തേയ്മാനമാണ്, എല്ലിൻ്റെ തേയ്മാനം വന്നിട്ട് ഒന്ന് തിരിയാനോ കുനിയാനോ ജോലി ചെയ്യാനോ ഒന്നും പറ്റാത്ത അവസ്ഥയിൽ ഇവരാദ്യം ചെയ്യേണ്ടത് തൈക്കാട്ടുശ്ശേരിയിൽ പോയി ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ടു, പള്ളിയിൽ പോയി കണ്ടു. അച്ഛൻ കൈവച്ച് പ്രാർത്ഥിച്ചു, സൈറ്റ് വെച്ച് പ്രാർത്ഥിച്ചു, അവിടെ നിന്ന് വിട്ടായിരുന്നു. പ്രാർത്ഥന ശേഷം ഇവർ കൃപാസനത്തിലേക്ക് വന്നു. പറയുക അത്രയും നേരം വേദന ഉണ്ടായിരുന്നെടുത്ത് ഇങ്ങോട്ട് കൃപാസനത്തിലോട്ട് വരുന്ന സമയത്ത് എന്തോ ഒരു ഭാരം ഇങ്ങനെ കയറ്റി വെച്ചിരിക്കുന്ന പോലെ തോന്നി. പക്ഷെ കൃപാസനം അമ്മയുടെ സന്നിധിയിൽ വന്ന ഉടനെ തന്നെ ആ ഭാരം പോയി. ആ ജീവിതകാലം മുഴുവൻ കഴുത്തിന് ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞതാണ്. അത് ദൈവകൃപയാൽ പറയുക. പിന്നീട് എൻ്റെ അമ്മ അത് ഉപയോഗിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല. അമ്മ എല്ലാ ജോലികളും ശക്തിയോടെ ധീരതയോടെ ദൈവത്തിൻ്റെ കൂടെ നിന്ന് ചെയ്തു പോവുകയാണ്. ഇനി സഹോദരിക്ക് പ്രഗ്നൻസിയിൽ കോംപ്ലിക്കൻസി വന്ന സമയത്ത് ശരിക്കും കോംപ്ലിക്കേറ്റ് ആയിരുന്നു. ആ സമയത്ത് ഈ സംഭവിക്കുന്നത് എന്താണ്, ഈ സഹോദരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരുന്നപ്പോൾ പോലും ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അവർ പറഞ്ഞു കുഞ്ഞിൻ്റെ കാലിന് വളർച്ച ഉണ്ടാകില്ല, കുഞ്ഞിൻ്റെ ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകും, ഇനി അത് നിങ്ങൾ വിഷമിക്കേണ്ട, അങ്ങനെ വൈകല്യം ഉണ്ടെങ്കിൽ വേറെ കഴിവുകൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാണ് സമാധാനിപ്പിക്കണേ ഇവർ. അപ്പോഴും ഇവരുടെ വിശ്വാസത്തിൽ ഒരു തെല്ലും വ്യതിചരിക്കാതെ ഇവർ ചിന്തിക്കണത് എന്താണ്, ഉടമ്പടി പ്രാർത്ഥനയെ പ്രദക്ഷിണ പ്രാർത്ഥനയിൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ആരോഗ്യത്തോടെ കിട്ടുമെന്നുള്ളതാണ്. നല്ല ആരോഗ്യമുള്ളൊരു പെൺകുഞ്ഞിനെ തന്നെ അമ്മ മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞല്ലേ. പലരും നമ്മളോട് പല രീതിയിൽ സംസാരിക്കും, ചിലപ്പോൾ ഇത് ഇങ്ങനെ നടക്കും, അത് അങ്ങനെ ആകുമെന്നൊക്കെ പറയും. പക്ഷേ മനുഷ്യൻ കരുതുന്ന ഒന്ന്, ദൈവം ചിന്തിക്കുന്ന ഒന്നെന്നുള്ളതാണ് വചനം. അതായത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈശോയുടെ സ്വന്തമാകുന്നവർക്ക് അനുഗ്രഹങ്ങൾ ഒത്തിരി കർത്താവിൻ്റെ കയ്യിലുണ്ട്. അത് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ മനസ്സിലാകും. നിങ്ങൾ ചിന്തിക്കാത്ത മേഖലകളിലൊക്കെയാണ് നമുക്ക് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് തന്നുകൊണ്ടിരിക്കുന്നത്. കരങ്ങളടിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താൻ അനുഗ്രഹത്തിന്. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആദ്യമേ ഞാൻ അമ്മയ്ക്കും തിരുകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ഓമന ലോറൻസ്. ഞാൻ അടൂർ തിരുഹൃദയ പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ജനുവരി 6-ാം തീയതി
ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അതിൽ 6 നിയോഗങ്ങൾ വെച്ചിരുന്നു. അതിൽ എൻ്റെ രോഗങ്ങളാണ് ഞാൻ ആദ്യം വെച്ചിരുന്നത്. അത് 25 വർഷമായി കിടന്നിരുന്ന എൻ്റെ പൈൽസിൻ്റെ അസുഖം എൻ്റെ അമ്മ മാതാവ് ഈശോയും അതെടുത്ത് മാറ്റി. അതുപോലെ നടക്കാൻ പോലും വയ്യാതെ നടുവിന് വേദന, മുട്ടിന് വേദന, അതുപോലെ കഴുത്തിൻ്റെ 2നും തേയ്മാനം, ഇതെല്ലാം കൊണ്ട് ഞാൻ ഭാരപ്പെട്ട് കഴിയുമായിരുന്നു. ഇതെല്ലാം 15 വർഷത്തോളം പഴക്കമുള്ളതായിരുന്നു. അതെല്ലാം എൻ്റെ അമ്മയും ഈശോനാഥനും എനിക്ക് എടുത്തു മാറ്റി. രണ്ടാമത് എൻ്റെ മരുമകൾ UK പോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിയോഗം വെച്ചിരുന്നു. ജനുവരി 28 അവളുടെ ഇൻ്റർവ്യൂവിൽ അവൾ പാസ്സായി. ഇന്നലെ അവളുടെ വിസ കൊച്ചിയിലേക്ക് പേപ്പർ അടിച്ച് വരുവാനിടയാക്കി. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. മൂന്നാമത് ഭവനത്തിൽ കൂടുതലായി ദൈവത്തിൽ ആഴപ്പെടുവാനും ദൈവത്തിൽ കൂടുതൽ വിശ്വസിച്ച് ഞങ്ങൾക്ക് പ്രാർത്ഥനയിൽ മുഴുവാനും ഇടയാക്കി. രാവിലെ എന്നും പ്രതീക്ഷീകരണ പ്രാർത്ഥനയും കൊന്ത ചൊല്ലുന്നതും ഞങ്ങൾ കുടുംബമായിട്ട് വൈകിട്ട് പ്രാർത്ഥനയിൽ 6:30 മുതൽ 8 വരെയും ഞങ്ങൾക്ക് പ്രാർത്ഥന കൂടുവാനും എവിടെ പോയാലും പ്രാർത്ഥന ഒഴിച്ചുള്ള കാര്യങ്ങളില്ലായിരുന്നു. എല്ലാം നിറവേറ്റുവാൻ അമ്മയും ഈശോയും അവിടെ നിന്ന് ഇടയാക്കി തന്നു. ഭവനത്തിൽ സമാധാനം നൽകി. ഇതിനിടയ്ക്ക് എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ മാതാവ് ഈശോ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിച്ചു, കുടുംബത്തെ അനുഗ്രഹിച്ചു. അതുപോലെ സാമ്പത്തികമായ എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മ ഈശോയും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഈശോയ്ക്കും എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് 1000 നന്ദി സ്തുതി ഈ സമയം ഞാൻ അർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ദൈവദാനം 1000 നന്ദി പറയാം. ഈ അമ്മ ഇവിടെ ഉടമ്പടി ചെയ്തതിന് ശേഷം പറഞ്ഞത് ഒരുപാട് ശാരീരിക അസ്വസ്ഥതകൾ, മുട്ടുവേദന, ശരീരത്തിൻ്റെ പെടലിയുടെ അവിടെയുള്ള വേദന, അതായത് ഒരു 15 വർഷത്തോളമായിട്ട് ഈ അമ്മ ശാരീരിക അസ്വസ്ഥതകൾ കൊണ്ട് വലയാണ്. അപ്പോൾ ഇത് പലയിടത്തും കാണിച്ചിട്ടൊന്നും ഒന്നിനും ഒരു കുറവുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ചെയ്തതിന് ശേഷം പറയുക, ഇത്രയും വർഷക്കാലമായിട്ടുണ്ടായിരുന്ന ഈ എല്ലാ വേദനകളും നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ, ഉടമ്പടി തൈലം ഉപയോഗിച്ചപ്പോൾ, അല്ലെങ്കിൽ ഉടമ്പടിയിൽ ശരിക്കും പറഞ്ഞാൽ തേൻ ഉപയോഗിച്ച് കഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കറിയാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ കുർബാനയ്ക്ക് ശേഷം ഒരു 12 തരം പ്രാർത്ഥനകൾ ചൊല്ലിയാണ് എല്ലാ നേർച്ച വസ്തുക്കളും ബ്ലസ് ചെയ്യണത്. അപ്പോൾ ഈ നേർച്ച വസ്തുക്കൾ കർത്താവിൻ്റെ നാമത്തിലാണ് ബ്ലസ് ചെയ്യണത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ത്രിയേക ദൈവത്തിന് സമർപ്പിച്ച ബ്ലസ് ചെയ്യണത്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എങ്ങനെയാണ് സൗഖ്യം കിട്ടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് സ്വീകരിക്കുന്ന വ്യക്തി വിശ്വാസത്തോടുകൂടെ വിശ്വാസ പ്രമാണം ചൊല്ലി ദൈവമാതാവിന് സമർപ്പിച്ച് അത് ഉപയോഗിക്കുമ്പോഴാണ്. അപ്പോൾ ഈ അമ്മ പ്രാർത്ഥനാപൂർവം ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചപ്പോൾ ശാരീരിക അസ്വസ്ഥതകളെല്ലാം മാറി. പിന്നെ ഞാൻ മരുന്നുകളൊന്നും ഇതിനകം വെച്ച് കഴിച്ചിട്ടില്ല. എല്ലാം എനിക്ക് എന്ത് അസ്വസ്ഥത തോന്നിയാലും ഞാൻ രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞാൻ ഈ തൈലം എടുത്ത് പുരട്ടും. വായിൽ എനിക്ക് കുരുക്കൾ വന്ന് പൊട്ടുമായിരുന്നു. അത് ഞാൻ ഉപ്പെടുത്ത് വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പെടുത്ത് ഞാൻ വായിൽ കൊണ്ട് വെക്കും. അത് രാവിലെ ആകുമ്പോഴത്തേക്ക് അത് മാറിക്കിട്ടും എനിക്ക്. അതായത് നേർച്ച വസ്തുക്കൾ മാത്രമാണ് ഈ അമ്മ ഉപയോഗിക്കുന്നത്. വേറെ ഒന്നിനും ശാരീരിക അസ്വസ്ഥതകൾക്കോ രോഗങ്ങൾക്കോ ഒരു മരുന്ന് ഉപയോഗിക്കാറില്ല. അത് കർത്താവായിട്ടുള്ള ദൈവമാണ് സൗഖ്യം നൽകുന്നുള്ള വിശ്വാസത്തിൽ ഈശോയുടെ നാമത്തിൽ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥയിൽ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുക മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ മകള് UK പോകാനുള്ള അതിൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ അത് പാസ്സായി. ഒപ്പം വിസയും അമ്മ മാതാവ് കൊടുത്ത് അനുഗ്രഹിക്കുകയാണ്. അപ്പോൾ ഉടമ്പടി ചെയ്തതിന് ശേഷം ദൈവമായിട്ടുള്ള ബന്ധം ശരിക്കും പൂർണ്ണമാകുന്ന സമയത്ത് എല്ലാ മേഖലകളിലും അനുഗ്രഹം വരിക, ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ദൈവമാതാവ് തൊട്ട് അനുഗ്രഹിച്ച് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ അത് വലിയ കൃപയായിട്ട് മാറുന്നു. ഉടമ്പടി ചെയ്യുന്നവർ ആദ്യം സ്വീകരിക്കുന്നു, ഒന്ന് ദൈവകൃപ സ്വീകരിക്കുന്നു, കർത്താവുമായിട്ട് ഒന്നാകുന്നു. പിന്നെ എല്ലാ മേഖലകളിലും അവർക്ക് അനുഗ്രഹം ഉണ്ടാകുന്നു. അപ്പോൾ ഉടമ്പടി ചെയ്യുന്നവരെ ദൈവം എല്ലാ മേഖലകളിലും അനുഗ്രഹിക്കുന്നുവെന്ന് നമ്മൾക്ക് പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് തന്നെ ഇനി ഉടമ്പടി ചെയ്യുക. അപ്പോൾ ത്രിയേക ദൈവത്തിൻ്റെ കരുണയും കൃപയും
ഈ അമ്മയുടെ കൂടെയും ഇവർ നൽകിയ എല്ലാ അനുഗ്രഹത്തിനും ത്രിയേകദൈവത്തെ മഹത്വപ്പെടുത്തി കരങ്ങളടിച്ചുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. എൻ്റെ പേര് ഗണ്യ, ഞാൻ എറണാകുളത്തുനിന്ന് വരുന്നു. ഞാൻ കേട്ടറ്റ് പരീക്ഷ 4 തവണ എഴുതി. 4 പ്രാവശ്യവും 2-3 മാർക്കിൻ്റെ ഡിഫറൻസിലാണ് തോറ്റുപോയത്. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പരീക്ഷ എഴുതിയത് വിചാരിച്ചതിലും ഉയർന്ന മാർക്ക് ലഭിച്ച് ജയിച്ചു. രണ്ടാമത്തെ എൻ്റെ നിയോഗം എൻ്റെ മോള് ഇഷിക